എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ അപർണ. അപ്പോൾ അധ്യാത്മ രാമായണത്തിലെ അയോധ്യാകാന്ഡത്തിൽ ലക്ഷ്മണ ഉപദേശം എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. അപ്പോൾ അവിടെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണന് നൽകുന്ന ഉപദേശമാണ് ആ ഭാഗം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് നൽകുന്ന കുറേ ഉപദേശങ്ങളുണ്ട്. ജീവിതത്തിൻ്റെ നൈമിഷികതയെക്കുറിച്ചിട്ടും നശ്വരതയെക്കുറിച്ചിട്ടും അല്ലെങ്കിൽ ആ താത്വികമായിട്ടുള്ള ഒരു ദർശനം നമുക്ക് നൽകുന്നുണ്ട്. അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെയും പരാമർശിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സുഖം ഉള്ള അനുഭവങ്ങൾ ഉണ്ടാവാം, ദുഃഖമുള്ള അനുഭവങ്ങൾ ഉണ്ടാവാം, അല്ലേ? അത് വ്യക്തിബന്ധങ്ങളിലാവാം, നമ്മുടെ ജോലി കാര്യങ്ങളിലാകാം, പല തരത്തിലുള്ള മേഖലകളിലാവാം. അപ്പോൾ ഈ ദുഃഖമുണ്ടാവുന്ന അനുഭവങ്ങൾ, അതിൻ്റെ തീവ്രത, കാഠിന്യം, ഇതിനനുസരിച്ചിട്ട് നമ്മൾ ചിന്തിക്കും ചില സമയത്ത്, എന്തിനാണ് ദൈവമേ എനിക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്, അല്ലെങ്കിൽ ഇത്രയും ദുഃഖിക്കാൻ മാത്രം ഞാൻ എന്ത് ചെയ്തു, അല്ലെങ്കിൽ എനിക്കെന്താണ് അങ്ങനെ വന്നത്, പുറമേ കാണുന്നവർക്കൊന്നും അങ്ങനെ പ്രശ്നങ്ങളില്ലല്ലോ, വളരെ സ്മൂത്തായി പോകുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ ജീവിതത്തിൽ പ്ലാൻ ചെയ്തത് അതെന്തുകൊണ്ടാണ് അതേപോലെ തന്നെ നടക്കാത്തത്. ഇങ്ങനെയൊക്കെ പ്രതിസന്ധികളും ദുർഘടങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കും. ഒരു മിനിറ്റ് നമ്മൾ നമ്മുടെ ഈ ഓട്ടം ഒന്ന് പോസ് ചെയ്തിട്ട് നമ്മൾ ജീവിതത്തിനെ കുറിച്ചിട്ട് ഒന്ന് ചിന്തിക്കും, അല്ലേ? എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എനിക്ക് എന്നുള്ളത്. അപ്പോൾ എപ്പോഴാണോ ഒരാൾ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുന്നത്, അപ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള അറിവുകൾ നമ്മളിലേക്ക് കണക്റ്റ് ആവുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതായത് നമ്മുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻസിന് സഹായിക്കുന്ന ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊന്നും ഇത്തരം അറിവുകളൊന്നും നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഒരു ജീവിതം ജീവിക്കുമ്പോൾ ഒരു പ്രതിസന്ധി കാലഘട്ടങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ എങ്ങനെ തരണം ചെയ്യണം എന്ന് മനസ്സിലാകാതെ പകച്ച് നിൽക്കുന്നതൊക്കെ അതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഇങ്ങനെയുള്ള ആധ്യാത്മികമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളിൽ ഈ മനുഷ്യ ജീവിതത്തിൻ്റെ വളരെ വളരെ സബ്ട്ടിലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മളെ പഠിപ്പിക്കാത്തതുകൊണ്ട്, നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടുമൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുമുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു സൊല്യൂഷൻ എന്നോണമാണ് ഈ അറിവിനെ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വേർഡ് ബൈ വേർഡ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. ഈ ലൈഫ് ലെസൺസ് ഫ്രം ലക്ഷ്മണോപദേശം എന്നുള്ളതാണ് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പം നോക്കാം. അപ്പോൾ സന്ദർഭം അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കണു. അതായത് ശ്രീരാമചന്ദ്രൻ്റെ അഭിഷേക വിഘ്നം ഉണ്ടാവുകയാണ്. അതായത് രാജ്യാഭിഷേകം ഒന്നും കൊടുക്കാതെ 14 വർഷം കാട്ടിലേക്ക് അയക്കുകയാണ് അച്ഛൻ. അപ്പോൾ ആ ഒരു സമയത്ത്, അതാണ് സന്ദർഭം. അപ്പോൾ ആ സമയത്ത് വളരെ ക്രോധാകുലനായിട്ട് ലക്ഷ്മണൻ അച്ഛനെയും അമ്മയും ഒക്കെ എതിർക്കുകയും ശകാരിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ ലക്ഷ്മണൻ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ എന്ത് ശക്തി ഉപയോഗിച്ചിട്ടാണെങ്കിലും ഭഗവാന് ശ്രീരാമചന്ദ്രന് എന്താണ് രാജ്യം നൽകണം, അല്ലെങ്കിൽ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം, അതിനുവേണ്ടി താൻ എന്ത് വേണമെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞ് വളരെ ക്രോധാകുലനായിട്ട് നിൽക്കുന്ന ലക്ഷ്മണനെ വളരെ സ്നേഹത്തോടെ കൂടെ ചേർത്ത് പിടിക്കുന്ന ഒരു ഭാവത്തോടു കൂടെ ശ്രീരാമചന്ദ്രൻ വിളിക്കുകയാണ്, വത്സ സൗമിത്രേ എന്ന് വിളിക്കുകയാണ്. സുമിത്രയുടെ മകനാണ് അല്ലേ ലക്ഷ്മണൻ, അങ്ങനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം നീ വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കണം. എന്നിട്ടോ ഈ മത്സര ബുദ്ധിയൊക്കെ വെടിഞ്ഞ് വളരെ ശാന്തമായിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം നീ ശ്രവിക്കണം എന്ന് പറയുകയാണ്. ഇനി നിനക്ക് എന്നോടുള്ള വളരെ സ്നേഹവും വാത്സല്യവും കൊണ്ടാണ് നീ എനിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കണത് എന്നൊക്കെ എനിക്കറിയാം എന്ന് ഭഗവാൻ പറയാണ്. അപ്പോൾ നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളത്, അതായത് നിനക്ക് എന്നോടുള്ള പോലത്തെ സ്നേഹം വേറെ ആർക്കും ഇല്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുകയാണ്. അപ്പോൾ ആ ക്രോധാകുലനായിട്ടുള്ള ലക്ഷ്മണനെ ചേർത്ത് പിടിക്കുമ്പോൾ അവിടെ ആ ശാന്തത പെട്ടെന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഭഗവാൻ, അല്ലേ? എന്നിട്ട് പറയാണ്, ഈ കാണുന്ന രാജ്യം, രാജാവിൻ്റെ പദവി, അതുപോലെ തന്നെ ഈ ധാന്യങ്ങൾ, ധനം, ഇതൊക്കെ എന്താണ്, ഇതൊന്നും സത്യമല്ല, അതൊക്കെ മിഥ്യയാണ് എന്ന് പറയുകയാണ്. ഇതൊന്നും ശാശ്വതമായിട്ട് നിലനിൽക്കുന്നതുമല്ല എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുന്നു, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമായുസ്സും ഓർക്കനീ എന്നുള്ള അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വരിയായിട്ട് തോന്നി. നോക്കൂ, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം. അപ്പോൾ ഭോഗങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ നമ്മൾ ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും പെർസീവ് ചെയ്യുന്നത് നമ്മുടെ സെൻസസ് വെച്ചിട്ടാണ്, അല്ലേ? ഇന്ദ്രിയങ്ങളെ വെച്ചിട്ടാണ്, നാക്ക്, മൂക്ക്, ത്വക്ക്, കണ്ണ്, ചെവി, അല്ലേ? അപ്പോൾ ഈ അതായത് കണ്ണുകൊണ്ട് നമ്മൾ കാഴ്ചകൾ കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, നാവ് കൊണ്ട് രുചിക്കുന്നു, അല്ലേ? സ്പർശനേന്ദ്രിയം കൊണ്ട് നമ്മൾ സ്പർശനം എന്നുള്ള അനുഭവത്തെ സ്വീകരിക്കുന്നു. ഇങ്ങനെ ഈ വിഷയങ്ങൾ, ഇന്ദ്രിയങ്ങൾക്ക് സുഖമായി തോന്നുന്ന എല്ലാ വിഷയങ്ങളെയും നമുക്ക് എന്ത് പറയാം? ഭോഗങ്ങളായിട്ട് പറയാം.
അപ്പോൾ അതൊക്കെ എന്താണ്, അത് ക്ഷണപ്രഭാചഞ്ചലമാണ്. അതായത് ഒരു ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ മാറിക്കൊണ്ടിരിക്കുന്നതാണെന്ന് പറയാണ്. ഒന്നും കോൺസ്റ്റൻ്റ് ആയിട്ട് സ്ഥായിയായിട്ട് സ്ഥിരമായിട്ടുള്ളതല്ല അല്ലേ. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കാം. ഇപ്പോൾ കണ്ണുകൊണ്ട് കാണുന്ന ഒരു കാഴ്ച അല്ലേ, അതെപ്പോഴും നല്ല സുഖമായിട്ടുള്ളത് മാത്രമായിരിക്കുമോ, അല്ല ദുഃഖമായിട്ടുള്ളത് മാത്രമായിരിക്കുമോ, അല്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി ആ ഭോഗങ്ങളോടുള്ള അതിയായിട്ടുള്ള ആഗ്രഹം, ഇപ്പോൾ ഇന്ദ്രിയ വിഷയങ്ങളോടുള്ള ആർത്തി, അത് നമുക്ക് അടക്കാൻ സാധിക്കാതെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ആയുസ്സാണ് എന്താ അവിടെ ചോർന്നു പോകുന്നത് അല്ലേ. ആയുസ് എന്ന് വെച്ചാൽ എന്താ, നമുക്ക് ജനനം മുതൽ മരണം വരെ കിട്ടിയിരിക്കുന്ന ആ ഒരു ഷോർട്ട് ലൈഫ് സ്പാനാണ് അല്ലേ. അത് തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ദ്രിയ വിഷയങ്ങൾക്കും സുഖങ്ങൾക്കും പുറകെ സഞ്ചരിക്കുമ്പോൾ, അതിനൊന്നും അടക്കം വരുത്താതെ ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അതിൽ നമ്മുടെ ആയുസ് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ എന്നുള്ള വലിയൊരു തത്വം പറയാണ്. ഇനി ഭഗ്നി സന്തപ്ത ലോഹസ്താംബു ബിന്ദുന സന്നിപം മർത്യജന്മം ക്ഷണഭങ്കുരം. അപ്പോൾ നമ്മുടെ മനുഷ്യ ജന്മത്തിൻ്റെ വളരെ എന്താ പറയുക, സത്തയെക്കുറിച്ചിട്ട് പറയണം, എത്ര അസ്ഥിരമായിട്ടുള്ളതാണ് എന്ന് പറയണം. നോക്കൂ, നമ്മൾ നല്ല ചുട്ടുപഴുത്ത ഒരു ഇരുമ്പ് ദണ്ടിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യുമ്പോൾ ആ വെള്ളം നമുക്ക് കാണാൻ സാധിക്കില്ല അല്ലേ. അത് ആ ചുട്ടുപഴുത്ത ആ ചൂടിൽ അത് പെട്ടെന്ന് വേപ്പറായിട്ട് പോകില്ലേ. ഇതുപോലെ അഗ്നി സന്തപ്ത ലോഹസ്താംബു ബിന്ദുന, ആ ബിന്ദു ഒരു ഡ്രോപ്പ് അതിൽ വീഴുമ്പോൾ അതെങ്ങനെയാണോ അപ്രത്യക്ഷമാവുന്നത്, അത്രയേ ഉള്ളൂ നമ്മുടെ മനുഷ്യജന്മം എന്ന് ഭഗവാൻ പറയാണ്. ഇനി എങ്ങനെയാണ് അവിടെ ഒരു ഉദാഹരണം കൂടെ പറയേണ്ടത്. ചക്ഷുശ്രവണ കളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ. അപ്പോൾ ആരാ ചക്ഷുശ്രവണം? അതായത് ചക്ഷു എന്ന് വെച്ചാൽ എന്താണ്? കണ്ണ് അല്ലേ. കണ്ണ്, ശ്രവണം എന്ന് വെച്ചാൽ എന്താ? ചെവി. അപ്പം ആ കണ്ണ് ചെവിയുടെ ഭാഗത്ത്. അപ്പോൾ പാമ്പിനെ നോക്കിയാൽ നമുക്കറിയാം അല്ലേ, പാമ്പിൻ്റെ ഏകദേശം ചെവിയുടെ ഭാഗത്തായിട്ടാണ് അതിൻ്റെ കണ്ണിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ജീവി അതാരാണ്? പാമ്പ്. അപ്പോൾ ചക്ഷുശ്രവണത്തിൻ്റെ ഗളം തൊണ്ടയിൽ അല്ലെങ്കിൽ വായിൽ ഇരിക്കുന്ന ദർദുരം തവള ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ. അതായത് ഈ പാമ്പിൻ്റെ വായിലിരിക്കുകയാണ് ആര്? തവള. എന്ന് വെച്ചാൽ ഈ തവളയുടെ ജീവിതം എന്താണ്? അപകടത്തിലാണ് അല്ലേ. എപ്പോൾ വേണമെങ്കിലും പാമ്പ് അത് വിഴുങ്ങി ഉള്ളിലോട്ട് പോകും. എന്നിരുന്നാലും അത്രയും അപകടകരമായ അവസ്ഥയിൽ തൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലിരിക്കുന്ന തവളയുടെ ആഗ്രഹം എന്താണ്? ഭക്ഷണത്തിനാണ്. അത് അപ്പോഴും തേടുകയാണ് ഭക്ഷണത്തെ, അതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണത്തിന് അന്വേഷിച്ചുകൊണ്ട് അലയുകയാണ് അല്ലേ. അപ്പോൾ ഇതുപോലെയാണ് മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞൊരു ഉദാഹരണം പറയാണ്. അപ്പോൾ ഇവിടെ എന്താണ്? കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. അപ്പോൾ ഈ ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുര, പാമ്പിൻ്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന തവള എങ്ങനെയാണോ വീണ്ടും ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത്, ഇതുപോലെയാണ് കാലമാകുന്ന പാമ്പ്. ഈ കാലമാകുന്ന പാമ്പിൻ്റെ വായയിൽ ഇരിക്കുന്ന മനുഷ്യർ എന്താണ്? വീണ്ടും വീണ്ടും ഭോഗങ്ങൾ തേടുകയാണ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെയൊരു കമ്പാരിസൺ നമുക്ക് ചിന്തിക്കാൻ കൂടെ പറ്റുമോ അല്ലേ. എത്ര ഒരു മനോഹരമായ കമ്പാരിസണാണ്. അപ്പോൾ നമ്മൾ ഈ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളൊന്നും മനസ്സിലാക്കാതെ, മനുഷ്യജന്മത്തിൻ്റെ പവിത്രതയൊന്നും മനസ്സിലാക്കാതെയാണ് വീണ്ടും ഈ സുഖഭോഗങ്ങളുടെ പുറകെ ഓടുന്നത് എന്ന് പറയാണ്. ഇനി പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിതം ഓർക്ക നീ. പുത്രൻ, മിത്രന്മാർ, കളത്രം എന്ന് വെച്ചാൽ ഭാര്യ, ഇവരുടെയൊക്കെ സംഗമം എത്രയും അല്പകാല സ്ഥിതം ഓർക്ക നീ. ഇപ്പം നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കറിയാലേ, നമ്മുടെ പാരൻസ്, നമ്മുടെ മക്കൾ, നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, കുട്ടികൾ, ഇതൊക്കെ നമ്മൾ വിചാരിക്കും അവരൊക്കെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നാണ് നമ്മുടെ ധാരണ അല്ലേ. അല്ല, അപ്പോൾ അതും അസ്ഥിരമാണ്. അല്പകാലം മാത്രമേ അവർ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഓർക്കുക നീ. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ. അതായത് ഒരു സത്രത്തിൽ, ഒരു പെരുവഴിയിലെ സത്രത്തിൽ എങ്ങനെയാണോ പല ആളുകളും വിശ്രമിക്കാൻ പല സമയത്തായി വന്ന് കൂടുന്നു, അവർ തമ്മിൽ പരിചയപ്പെടുന്നു, പിന്നീട് അവരെങ്ങോട്ടാണോ പോകുന്നത് ആ വഴിയിലേക്ക് തിരിഞ്ഞു പോകുന്നു അല്ലേ. ആ ഒരു അത്ര നൈമിഷികം മാത്രമാണ് ഈ പുത്രമിത്ര കളത്രാദി ബന്ധങ്ങളൊക്കെയും എന്ന് പറയാണ് അല്ലേ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫ്രണ്ടിനെ, നമുക്കൊരു നല്ല ഫ്രണ്ടിനെ കിട്ടി, എക്സാമ്പിൾ പറയാൻ കേട്ടോ, ഫ്രണ്ടിനെ കിട്ടി നമ്മൾ വിചാരിക്കും ആ ഫ്രണ്ടാണ് ലോകം, അല്ലെങ്കിൽ നമ്മൾ ഭർത്താവ്, ഭാര്യ, ഈ ബന്ധം വിചാരിക്കുമ്പോൾ ഇത് മാത്രമാണ് നമ്മുടെ ലോകം എന്ന് വിചാരിച്ചിരിക്കും. അല്ലെങ്കിൽ കുട്ടികൾ, ആ കുട്ടികൾ മാത്രമാണ് ഇനി എൻ്റെ ലോകം, അല്ലെങ്കിൽ അച്ഛനമ്മമാർ മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒരു വ്യക്തിയിലേക്ക് ചുരുക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് ഉണ്ടാവില്ലേ ജീവിതത്തിൽ. അപ്പോൾ അതും അസ്ഥിരമാണ് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്കറിയാം നമ്മളും അസ്ഥിരമാണ്, അവരും ഏത് നിമിഷം വേണമെങ്കിലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേർപെട്ട് പോകാം എന്നുള്ള ബോധം നമുക്കുണ്ടെങ്കിൽ ആ വേർപെടലിൽ നിന്നുണ്ടാവുന്ന വിഷമത്തിന് തോത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അല്ലേ.
ഇനി എന്താണ്, നദ്യാം ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെ. ഇപ്പോൾ രണ്ടും പാന്തർത്തൻ പെരുവഴി അമ്പലം അതുപോലെ നദ്യാം ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെ എന്ന് വെച്ചാൽ നദിയിൽ കൂടെ നമ്മൾ പൊങ്ങു തടികളൊക്കെ ഒഴുകി ഒഴുകി പോവില്ലേ, അതും ഒരു ഉദാഹരണം പറയാണ്. എത്രയും ചഞ്ചലമാം ആലയ സംഘം, എത്ര നശ്വരമാണ് ചഞ്ചലമാണ് എന്നൊക്കെ പറയണം. ഇനി എന്താ പറയണത്, നമുക്ക് നിൽക്കുമോ യൗവനവും പുനരദ്രുവം. ഇപ്പോൾ നമ്മൾ മനുഷ്യരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബാലാവസ്ഥ, ശൈശവാവസ്ഥ, ബാലാവസ്ഥ, കൗമാരം, യൗവനം, അല്ലെ മധ്യവയസ്സ്, വാർദ്ധക്യം. അപ്പോൾ ഇതും സ്ഥിരമാണോ? അല്ല അല്ലേ. നമുക്ക് ശാരീരികം അപ്പോൾ കുഞ്ഞായിരുന്നുള്ളപ്പോഴുള്ള നമ്മളാണോ ഇപ്പോൾ ഉള്ള ഈ പ്രായത്തിലുള്ള നമ്മൾ? അല്ല അല്ലേ. അപ്പോൾ നമുക്ക് ശാരീരികമായിട്ട് ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോഴും നമുക്ക് എന്ത് മനസ്സിലാവാം, ഇതും എന്താ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ യൗവനത്തിലിരിക്കുമ്പോൾ വിചാരിക്കും എന്ത്, നമ്മളെപ്പോഴും നല്ല യൗവനത്തിൽ തന്നെ ആയിരിക്കും, വരാൻ പോണ വാർദ്ധക്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണില്ല. അപ്പം യൗവനത്തിൻ്റെ തിളപ്പിൽ നമ്മൾ എന്തോ സംഭവമാണ്, ഞാൻ വലിയ ആളാണ്, ഞാൻ പറയുന്നത് പോലെ നടക്കുകയുള്ളൂ, ഇങ്ങനെയുള്ള ഈഗോയിസ്റ്റിക് ഇതുകൊണ്ട് നമ്മളിങ്ങനെ ഇരിക്കില്ലേ. അപ്പം നമ്മൾ ചിന്തിക്കണം, നമുക്ക് അപ്പുറത്ത് എന്താണ് ഒരു വാർദ്ധക്യം കിടക്കുന്നുണ്ട്, മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട സാഹചര്യം വരാൻ സാധ്യതയുണ്ട്, നമ്മളിപ്പോഴുള്ള ഈഗോയൊക്കെ മാറ്റി വെക്കേണ്ട വരും അല്ലേ. ഇത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവണം, ഉള്ളിൽ അറിയണം. അതിനെക്കുറിച്ചിട്ട് പറയാണ്. ഇനി സ്വപ്ന സമാനം കളത്ര സുഖം. ഇപ്പോൾ ഭാര്യ ഭർത്തൃബന്ധം അല്ലെങ്കിൽ ഇതൊക്കെ സ്വപ്ന സമാനമാണെന്ന് എന്ന് വിചാരിച്ചിട്ട് നടക്കുകയാണ് ചിലർ. പക്ഷെ സ്വപ്ന സമാനമാണോ? എന്തും നമുക്കത് നേടുന്നത് വരെ ഉള്ളൂ അല്ലേ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനോടുള്ള ആ സുഖം, ആസക്തി നമുക്ക് കുറയും. അതാണ്. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ, ഇതല്ല എന്ന് നമുക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് കളയാം. വേറെന്തോ ഒരു സ്ഥിരമായി നമുക്ക് സമാധാനവും സന്തോഷവും തരുന്ന വേറെ എന്തോ ഉണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇനി രാഗാദി സങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കും സ്വപ്നതുല്യം സഖേ, ഓർക്ക ഗന്ധർവ നഗരസമ്മതിൽ മൂർഖന്മാർ നിത്യവും അനുവർത്തിച്ചിടും. എല്ലാം പറയുന്നത് ഈ അസ്ഥിരമായ അവസ്ഥയെക്കുറിച്ചിട്ടാണ്, സുഖഭോഗങ്ങളെക്കുറിച്ചിട്ടാണ്. പിന്നെ പറയുന്നതോ നമുക്ക് പൂന്താനം പറഞ്ഞ ജ്ഞാനപ്പാനയിൽ പൂന്താനം പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് നമ്മളിങ്ങനെ കലണ്ടർ നോക്കിയിട്ട് ഇരിക്കുകയാണ്, വന്നു ഓണം, വിഷു, വന്നില്ലല്ലോ, തിരുവാതിരയും എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കാലോ എണ്ണി നോക്കിയിരിക്കുകയാണ്. ഇനി ഉണ്ണി ഉണ്ടായി, അതായത് ഒരു ഉണ്ണി ഉണ്ടായി, ഇനി ആ ഉണ്ണിക്ക് വേറൊരു ഉണ്ണി ഉണ്ടായി, അതും കണ്ടിട്ട് ഇനി എൻ്റെ കാലം തീരണേ എന്നൊക്കെ പറഞ്ഞ് നമ്മളിവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ സമയം കടന്നു പോവാണ്. അത് തന്നെയാണ് ഇവിടെയും പറയണത് അല്ലേ. രാവിലെ സൂര്യൻ ഉദിച്ചു, നമ്മൾ എഴുന്നേറ്റു, നമ്മുടെ ഭക്ഷണം ഉണ്ടാക്കി, നമ്മൾ ജോലിക്ക് പോകണു, വീട്ടിലെ കാര്യങ്ങൾ നോക്കണു, വൈകുന്നേരം വരണു, വീണ്ടും ഭക്ഷണം ഉണ്ടാക്കണു, കഴിക്കണു. ഇത് തന്നെ ഒരു റുട്ടീൻ അല്ലേ. ഈ സമയത്ത് എപ്പോഴും നമ്മൾ എന്താണ്, രാത്രി കിടന്നുറങ്ങണു. ഇപ്പോഴൊന്നും നമ്മൾ എന്താണ്, നമ്മുടെ ആയുസ് ഇങ്ങനെ ചോർന്ന് പോവുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഭൂമിയിൽ ഒരു മനുഷ്യജന്മം എടുത്തിരിക്കുന്നത് എന്തിനാണ് എന്നുള്ളത് മനസ്സിലാക്കാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ നല്ല നിമിഷങ്ങൾ ഇങ്ങനെ ചോർന്ന് പോകും. അപ്പോൾ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ ഒരു സമയം കൂടെ നമ്മൾ ഈശ്വരനിൽ ഓർക്കാനും അല്ലെങ്കിൽ സ്വയം ആന്തരികമായിട്ട് പരിവർത്തനപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ, അപ്പോൾ നമ്മൾ ഈശ്വര പ്രണിധാനം, സ്വാധ്യായം എന്നൊക്കെ പറയും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒന്നും നമുക്ക് ഫോക്കസ് ഇല്ലാതെ പോകരുത്. ദയവ് ചെയ്ത് നമ്മുടെ ആയുസ് തീരണതിന് മുമ്പ് ഇതിനും കൂടെ നമ്മൾ ഒരു ദിവസത്തിൽ സമയം കണ്ടുപിടിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഇനിയോ, അതാണ് നോക്കൂ, കണ്ടോ, ഇത്തം അതിഭ്രമമുള്ളോരു ജന്തുക്കൾ ചിത്തേ വിചാരിപ്പതില്ല കാലാന്തരം ആയുസ് പോകുന്നതേതും അറിവീല മായാ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ. എന്താ പറഞ്ഞിരിക്കണം, മനുഷ്യർ ഈ സമയങ്ങളൊക്കെ കടന്നു പോകുന്നത് തിരിച്ചറിയാതെ മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കുകയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ ഇതൊക്കെ വായിക്കുമ്പോൾ, ഈ വരികളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്യാനുള്ളത്, നമുക്ക് എത്രത്തോളം ആസക്തിയുണ്ട് പല കാര്യങ്ങളിലും, ഇതൊക്കെ നമ്മളൊന്ന് ഇരുത്തി ചിന്തിക്കണം അല്ലേ. ഇനി വാർദ്ധക്യമോടും ജരാനരയും പൂണ്ടു ചീർത്ത മോഹേന മരിക്കുന്നിതു ചിലർ. ഇനി ചില ആളുകൾ എങ്ങനെയാണ്, അതായത് ലോകത്തിൻ്റെ വിവിധ തരത്തിലുള്ള സ്വഭാവ സവിശേഷതകൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ചില ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, അതായത് ഞാനൊക്കെ ഒബ്സർവ് ചെയ്യാറുണ്ട് കേട്ടോ. അതായത് വയസ്സായിട്ടുണ്ടാവും, ചിലപ്പോൾ എബൌട്ട് ടു ഡെത്താണ്, ആ ഒരു സന്ദർഭം ആണെങ്കിൽ കൂടെ പല കാര്യങ്ങൾക്കും അവരോടുള്ള മോഹം, അവർക്കുണ്ടാവുന്ന മോഹം, ആസക്തി, ഇനിയും ഭൂമിയിൽ അവർക്ക് ആസക്തി തീരണില്ല, മോഹങ്ങളാണ്. അപ്പം ഇന്ദ്രിയ വിഷയങ്ങളോടുള്ള ഒരു ആസക്തി അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അതാണ് ചിലർ ഇതൊന്നും ചീർത്ത മോഹേന, നോക്ക് എന്താ പദപ്രയോഗം, ചീർത്തിട്ടുള്ള മോഹേന, ആ മോഹങ്ങൾ അത്രയാണ് അവർക്ക് അല്ലേ. അതൊന്നും സാറ്റിസ്ഫൈ ചെയ്യാതെ ഇതിൻ്റെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ അവർ മരിച്ചു പോവുകയാണ്. നല്ല ഒരു ലൈഫ് ടൈം കിട്ടിയിട്ട് ഈ കാര്യങ്ങളെല്ലാം ഒന്നും മനസ്സിലാക്കാതെ അവരുടെ സാറ്റിസ്ഫാക്ഷൻ മരിക്കാറായി, എന്നിട്ടും കഴിഞ്ഞിട്ടില്ല മോഹങ്ങൾ. അപ്പോൾ അതാണ് പറയണത്. എന്നിട്ട് അങ്ങനെ മരിച്ചു പോകുന്നു. നേത്രേന്ദ്രിയം കൊണ്ട് കണ്ടിരിക്കെ ഓർത്തറിയുന്ന
അറിയുന്നില്ല മായതൻ വൈഭവം. അതാണ് മായ, നമ്മളെ മായ ട്രാപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളിതൊക്കെ പഠിക്കണം, എപ്പോഴും സ്വാധ്യായം ചെയ്തുകൊണ്ടേ ഇരിക്കണം, ഈശ്വര പ്രണിധാനം ചെയ്തുകൊണ്ടേ ഇരിക്കണം, എപ്പോഴും ഈശ്വരനെ ഓർത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഈ മായയിൽ ട്രാപ്ഡ് ആവും. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുകയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ. ഇപ്പോൾ ഇപ്പോഴത്തുള്ള നമ്മുടെ വേൾഡ്ലി മാറ്റേഴ്സ് എന്നോ എഴുതി വെച്ചൊരു സാധനമാണ്, ഇന്നും ഇനിയുള്ള കാലവും ഇത്രയും പ്രസക്തമാണ്. അതാണ് അതിൽ നമ്മൾ ഇപ്പോഴുള്ള വേൾഡ്ലി മാറ്റേഴ്സ് അല്ലെങ്കിൽ അഫയേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലേ, രാവിലെ ആവണു, കാര്യങ്ങൾ ചെയ്യണു, പോകണു, വരണു, നമ്മൾ എന്തൊക്കെയോ പുറത്തുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ഊർജ്ജം മുഴുവൻ അതിൽ കൊടുത്തിട്ട് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്താണോ അറിയേണ്ടത് അതറിയുന്നില്ല, അറിയുന്നില്ല, അതിനുവേണ്ടി അറിയാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നില്ല, സാധനാക്രമങ്ങളൊന്നും ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് പറയണം. ഇനി രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കും ഏവനും നിർണയം, വ്യാക്രിയെ പോലെ ജരയും അടുത്തു വന്ന് ആക്രമിച്ചിടും ശരീരത്തെ നിർണയം. അപ്പോൾ നമ്മൾ ആയുർവേദത്തിൽ പറയേണ്ട ശീര്യതയെ അനേന ഇത് ശരീരം. അപ്പോൾ എന്താണോ ശീര്യത നശിച്ചു പോകുന്നത് അതാണ് ശരീരം എന്നുള്ളത് അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ജീവിക്കുമ്പോഴും, അതായത് ഈ മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ നമ്മൾ ജീവിക്കുമ്പോഴും നമുക്ക് ബോധം വേണം, ഈ ശരീരം എന്താണ്, അതും നശിച്ചു പോകും, അതും സ്ഥിരമല്ല അല്ലേ. നമ്മുടെ സൗന്ദര്യം, അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ വസ്ത്രം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ ഇതൊക്കെ വേണ്ടാന്നല്ല, പക്ഷെ ഒരു മിനിമലിസ്റ്റിക്കായ രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം അല്ലേ. അപ്പോൾ കാരണം എന്താണ്, ഇതെല്ലാം നാളെ മാറും, ചേഞ്ച് ആവും എന്നുള്ള ആ ഒരു അസ്ഥിരതയാണ് ഓരോ എക്സാമ്പിളിൽ കൂടെ ഇതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നോക്കൂ, മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തുള്ളിലിരിക്കുന്നു. എത്ര വണ്ടർഫുൾ ലൈൻസാണ് നോക്കൂ. മൃത്യു, മരണം എന്താണ്, മൃത്യുവും കൂടൊരു നേരം പിരിയാതെ നമ്മുടെ കൂടെ ഉണ്ട് അല്ലേ. നമ്മൾ ഈ ശാസ്ത്രം എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് അറിയില്ല, നമ്മുടെ ജീവിതത്തിൽ അടുത്ത മിനിറ്റിൽ അടുത്ത സെക്കൻഡിൽ എന്താ സംഭവിക്കുക എന്ന് നമുക്ക് അറിയില്ല അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ കൂടെ ഇരിക്കുകയാണ് ആരാ, മൃത്യു. എന്താണ്, കൂടെ ഒരു നേരം പിരിയാതെ, എന്നിട്ടോ ഛിദ്രവും പാർത്തുള്ളിലിരിക്കുന്നു. എവിടെയാണോ ഹോള് കിട്ടുക നോക്കുകയാണ്, എന്തിനാണ് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ അല്ലേ. പാർത്തുള്ളി ഈ ബോധം നമുക്കുണ്ടെങ്കിൽ നമ്മൾ വളരെ എല്ലാം കൊണ്ടും നമുക്കൊരു താഴ്മയോടുകൂടെ നമുക്ക് എപ്പോഴും ജീവിതത്തിൽ നോക്കിക്കാണാനും പെരുമാറാനും ഒക്കെ നമുക്ക് സാധിക്കും. ഇനി ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ദേഹം നിമിത്തം, അതായത് ദേഹം നിമിത്തം പറഞ്ഞപ്പോൾ നമ്മുടെ കാണാനുള്ള നമ്മുടെ എക്സ്റ്റേണൽ അപ്പിയറൻസ് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഭൗതികമായിട്ടുള്ള നമ്മുടെ നേട്ടങ്ങൾ കൊണ്ടോ, നമ്മൾ വഹിക്കുന്ന ജോലി കൊണ്ടോ ഒക്കെ അഹംബോധം, ഞാൻ എന്നുള്ള ആ ബോധം വളരെ വർദ്ധിച്ചിരിക്കുന്ന ആളുകൾ എന്താണ്, അഹംബുദ്ധി കൈകൊണ്ട് ആ അഹംബോധം വരുമ്പോൾ എന്താണ്, പിന്നെയും മോഹം വരികയാണ്. ഞാൻ എന്തോ വലിയ സംഭവമാണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നടക്കുള്ളൂ, അങ്ങനെയുള്ള അഹംബോധം കാരണം വീണ്ടും അവർ ഈ മായയിൽ അകപ്പെട്ട് ട്രാപ്ഡ് ആവുകയാണെന്ന് പറയണം. എന്നിട്ട് കുറച്ച് എക്സാമ്പിൾസ് പറയേണ്ടത്, ഞാൻ ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം എന്നാമ്രീഡിതം കലർന്നീടും ദശാന്തരേ അല്ലേ. അതായത് ഞാൻ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ, ഞാൻ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിട്ടുള്ള ആളാണ് എന്നുള്ള അഹംബോധം, അല്ലെങ്കിൽ ഞാൻ നരേന്ദ്രോഹമാണ്, ഞാൻ നരേന്ദ്രനാണ് എന്നുള്ള ഓരോ പേരുകൾ പറയുന്നത്, ഞാൻ ആഢ്യോഹം വളരെ ആഢ്യത്വമുള്ള ആളാണ് എന്നുള്ള എക്സാമ്പിളാണ് പറയുന്നത്. ഇതിപ്പോൾ നമുക്ക് വളരെ കോമൺ ആയിട്ട് കാണാം അല്ലേ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് കോമൺ ആയിട്ട് കാണാം. ചില ആളുകളുടെ അഹംബോധം എത്ര ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാം. അപ്പം നമ്മൾ ഇപ്പോൾ ഈ ഒരു വേൾഡിൽ ജീവിക്കുമ്പോൾ പല ട്രാൻസാക്ഷൻസ് പല ആളുകളുമായിട്ട് നമുക്ക് നടത്തേണ്ടി വരും അല്ലേ. അപ്പോൾ ചില ആളുകളെ നമുക്ക് കാണുമ്പോൾ അറിയാം അവർക്ക് എത്രമാത്രം ഈഗോയിസ്റ്റിക് ആണ് അവർ എന്നുള്ളത്. അപ്പോൾ അവരൊക്കെ ചിന്തിക്കേണ്ടത് എന്താണ്, ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം, മണ്ണിനു കീഴായി കൃമികളായി പോകിലാം, നന്നല്ല ദേഹം നിമിത്തമാമോഹം അല്ലേ. എത്ര ഒരു വരികൾ നോക്കൂ. നമ്മളെപ്പോഴും ചിന്തിക്കണം അല്ലേ, മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു, ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകും. ഇതിലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല, സിമ്പിൾ മലയാളം. വെന്തു വെണ്ണീറായി അല്ലേ, ചമഞ്ഞു പോയിടില്ല, മണ്ണിനു കീഴായി കൃമികളായി പോയില്ല അല്ലേ. അതുകൊണ്ട് അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ശരീരം. നമ്മൾ ഈ ഇങ്ങനെ തേച്ച് മിനുക്കി ഒക്കെ വെച്ചിട്ടുള്ള അഹംബോധമുള്ള ഈ ശരീരം ഇത്രയേ ഉള്ളൂ എന്ന ആ ഒരു നശ്വരതയെക്കുറിച്ചിട്ട് പറയാണ്. ഇത് നന്നല്ല, ദേഹം നിമിത്തമുള്ള ഈ മോഹം നന്നല്ല എന്ന് പറയാണ്. ഇനി ത്വക് മാംസ രക്ത അസ്ഥി വിൺമൂത്ര രേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം, മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളോ നിതധ്രുവം.
ഒക്കെ ഇതാണ്. ഇപ്പം നമുക്കറിയാം ആയുർവേദത്തിൽ ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ത്വക് മാംസ അല്ലേ, നമ്മുടെ സപ്തധാതുക്കൾ, ത്രിമലങ്ങൾ, ഇതൊക്കെ ചേർന്ന് പഞ്ചമഹാഭൂതങ്ങൾ ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ള നിർമ്മിതമായിട്ടുള്ള ഈ ശരീരം ശരീരം അതിൻ്റെ അനിശ്ചിതമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ അതിൻ്റെ ചഞ്ചലതയെക്കുറിച്ചിട്ടൊക്കെയാണ് ഓരോ ഉദാഹരണങ്ങളിൽ കൂടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പം ഈ കണ്ടോ, ഇതിനൊക്കെ ദേഹാഭിമാനം നിമിത്തമുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസതാരിൽ നിരൂപിച്ചിതും തവ ജ്ഞാനമില്ലായക എന്നറിയുക നീ ലക്ഷ്മണ എന്ന് പറയണം. അപ്പം നമുക്ക് ഉറപ്പടി അഹംഭാവം ഒരുപാടുള്ള ആളുകളുണ്ടല്ലോ. അപ്പം നമുക്ക് അവരെയൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റമൊക്കെ എക്സാമ്പിൾ പറയുകയാണ്, നമ്മുടെ മീൻസ് ലൈഫ് സിറ്റുവേഷനിൽ ഇപ്പോൾ കറണ്ടായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യേണ്ട ലൈഫ് പല തരത്തിൽ സ്വഭാവമുള്ള ആളുകളുണ്ട് അല്ലേ. അപ്പം അങ്ങനെ ഈ അഹംഭാവമുള്ള ആളുകൾ അവരുടെ അജ്ഞാനം കൊണ്ടാണ് അവരത് അങ്ങനെ ചെയ്യണത് അല്ലേ. ജ്ഞാനമുള്ള ആൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അപ്പോൾ അതാണ് പറയുക, ജ്ഞാനമില്ലായകയാണ് അവർക്ക് എന്നുള്ളത് നീ മനസ്സിലാക്കൂ എന്ന് പറയുകയാണ്. ഇനി എന്താണ്, ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നിതോർക്ക നീ, ദേഹോഹം എന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യ ആകുന്നതും ദേഹമല്ലോർക്കിൽ ഞാനായതും ആത്മാവെന്നു. അപ്പോൾ അതായത് ഇവിടെ വീണ്ടും 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 ഈ ശരീരത്തിൻ്റെ നശ്വരതയെക്കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അഹംഭാവം വേണ്ട എന്ന് പറയുകയാണ്. നമ്മൾ ഈ ശരീരം, അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ശരീരം നശിച്ചു പോകുന്നതാണെങ്കിൽ അപ്പോൾ എന്താണ് സ്ഥിരമായിട്ടും സ്ഥായിയായിട്ടും നശ്വരമായിട്ടും ഒക്കെ ഉള്ളത് എന്താണ്, അതിലേക്ക് വരികയാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക, ആത്മാവാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ആ ചൈതന്യം, ഈശ്വര സ്വരൂപം, അത് ആണ് ആത്മാവ് അല്ലേ. അതിനെക്കുറിച്ചിട്ട് പറയാണ്. അപ്പോൾ സംസാരകാരിണിയായത് എന്താണ്, ആ വിദ്യയും സംസാര നാശിനിയായത് വിദ്യ. അപ്പോൾ ഈ സംസാര സാഗരം നമ്മൾ പറയാറുണ്ടല്ലേ, ഈ സംസാര സാഗരത്തിൽ നിന്നും എന്നെ രക്ഷിക്കണേ ദൈവമേ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതുപോലെ ഈ സംസാരകാരിണി, ഈ ഒരു ഭൗതിക ലോകത്ത് നമ്മൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, കർമ്മകടങ്ങളൊക്കെ അതിനൊക്കെ കാരണം അവിദ്യയാണ്, നമുക്ക് ജ്ഞാനമില്ല. അപ്പോൾ എന്താണ് വിദ്യ എന്ന് വെച്ചാൽ ഈ ആത്മാവിനെക്കുറിച്ചുള്ള ജ്ഞാനം നമുക്ക് മനസ്സിലാവുന്ന ആ സമയം മുതൽ നമ്മുടെ ഉള്ളിൽ വിദ്യ ഉണ്ടാവുകയാണ്. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്ത ചേതസാ ചെയ്യുക വേണ്ടുന്നതും തത്ര കാമക്രോധ ലോപമോഹാദികൾ ശത്രുക്കളാകുന്നതും അറിയുക നീ. അപ്പോൾ ഈ ആത്മാവിനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കുറേ സാധനാക്രമങ്ങളൊക്കെ ചെയ്യണം അല്ലേ. അപ്പോൾ അവിടെ കാമക്രോധ ലോപമോഹാദികളൊക്കെയാണ് ശത്രുക്കൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം നമുക്ക് മുക്തിക്ക്, മനുഷ്യനായിട്ട് നമ്മളിവിടെ എന്തിനാണ് നമ്മളൊരു ജന്മം ഇവിടെ എടുത്തിരിക്കുന്നത്, മോക്ഷം ലഭിക്കാനാണ് അല്ലേ. അപ്പോൾ ഈ കാമക്രോധ ലോപാദികളൊക്കെ എന്താണ്, അതൊക്കെ മോക്ഷത്തിന് അല്ലെങ്കിൽ വിഘ്നമാണ്, തടസ്സം ചെയ്യുന്നതാണ്. ഇനി നമ്മൾ ഈ ക്രോധത്തിൻ്റെ പ്രാധാന്യം പറയുന്നുണ്ട്. ക്രോധം നിമിത്തം നമുക്ക് ബന്ധങ്ങൾ അകലുന്നു അല്ലേ, ഒരുപാട് മനസ്താപം ഉണ്ടാവും, ധർമ്മക്ഷയം ഉണ്ടാക്കുന്നു. അപ്പോൾ ബുദ്ധിയുള്ള ആളുകൾ ക്രോധം പരിത്യജിക്കണം എന്നാണ് പറയണത്. ക്രോധത്തെ യമനായിട്ടും കമ്പയർ ചെയ്യുന്നുണ്ട്. ഇനി അപ്പോൾ സന്തോഷം എന്താണ്, ശാന്തി എന്താണ്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയാണ്, വളരെ സംക്ഷിപ്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്താണ് ആത്മാവിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുക. സ്ഥായി ആയിട്ടുള്ള ആ ചൈതന്യം അതെന്താണെന്ന് പുറമേ അല്ല, നമ്മുടെ അകമേ തന്നെയാണ് ഇരിക്കുന്നത്. അത് കണ്ടെത്താനും അതിൻ്റെ ചെളികളൊക്കെ മാറ്റി വളരെ പുറത്ത് ആ ഒരു തേജസ്സിനെ പുറത്ത് കൊണ്ടുവരാനും ഒക്കെ നമ്മൾ ശ്രമിക്കണം എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സുഖവും ദുഃഖവും ഒക്കെ നമ്മുടെ കർമ്മഫലങ്ങളാണ്. അപ്പോൾ ഇനി പഴയ കർമ്മങ്ങളുടെ ഫലങ്ങളാണല്ലോ ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ജ്ഞാനം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ശാന്തമായിട്ട്, ഉള്ളിൽ വളരെ ശാന്തമായിട്ട് ഈ കർമ്മങ്ങളിലൂടെയൊക്കെ കടന്നു പോകാൻ വേണ്ടിയിട്ട് അതിനനുസൃതമായ സന്ദർഭങ്ങളും ജീവിത സാഹചര്യങ്ങളും അനുഭവങ്ങളും ഒക്കെ നമുക്ക് വരും. ഓരോരുത്തരുടെ ജീവിതത്തിലും വ്യത്യസ്തമാണ് അല്ലേ. അപ്പോൾ ആ അനുഭവങ്ങളിൽ കൂടെയൊക്കെ നമ്മളെ കടത്തിവിടാൻ നമ്മളെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ ദുഃഖമുള്ള അനുഭവങ്ങളാണെങ്കിലും സുഖമുള്ള അനുഭവങ്ങളാണെങ്കിലും അതെല്ലാം സ്വീകരിച്ച് അതിൽ കൂടെ എല്ലാം കടന്നുപോയി നമ്മൾ അവിടെ നിന്നൊക്കെ പഠിക്കാനുള്ളതെല്ലാം പഠിച്ച് പരിവർത്തനപ്പെടാനുള്ളതൊക്കെ പരിവർത്തനപ്പെട്ട് നമ്മുടെ ഉള്ളിലെ ഗുണങ്ങളെല്ലാം മികച്ചതാക്കാൻ ഓരോ ദിവസവും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് ഈ ചൈതന്യം വളരെ നമുക്ക് വ്യക്തമായിട്ട് പ്രകടമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക, തിരിച്ചറിയാൻ സാധിക്കുക. അപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു സാധനാക്രമങ്ങൾ നിരന്തരം ഈശ്വരനുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കാനൊക്കെ നമുക്ക് സാധ്യമാകട്ടെ.
എന്നുള്ളതാണ്. പിന്നെ കർമ്മങ്ങൾ, ഇനിയുള്ള പുതിയ കർമ്മങ്ങൾ നമ്മളിവിടെ ജീവിക്കുമ്പോൾ ഓരോരോ കർമ്മങ്ങൾ നമുക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ പുതിയ ഓരോ കർമ്മം ചെയ്യുമ്പോഴും ഈശ്വരനിൽ സമർപ്പിച്ചിട്ടും ധാർമ്മികമായിട്ടും ആ കർമ്മങ്ങൾ പൂർണ്ണമായിട്ട് നമ്മുടെ മനസ്സാക്ഷിക്ക് നിരക്കുന്നത് പോലെ, മനസ്സാക്ഷി എന്താണ്? ആത്മാവാണ്. അപ്പോൾ അതിനെ നിരക്കുന്നത് പോലെ, അപ്പോൾ നമുക്കറിയാം ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലിരുന്ന് ആരോ പറയും നീ ഇപ്പം അത് ചെയ്യരുത് കേട്ടോ, അത് ശരിയല്ല എന്ന് പറയും. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നീ ഇതിപ്പോൾ അങ്ങനെ ചെയ്തേ പറ്റൂ, ചെയ്യണം. അത് ആരുടെ ശബ്ദമാണ് അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ധാർമ്മികമായിട്ടും നമ്മുടെ ആത്മാവിന് നിരക്കുന്നതുമായിട്ടുള്ള രീതിയിലുള്ള എല്ലാ കർമ്മങ്ങളും ഈശ്വരനിൽ സമർപ്പിച്ച് ആ കർമ്മം ചെയ്ത്, ഈശ്വരനിലാണ് നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്ട്, മനുഷ്യബന്ധങ്ങളിലല്ല. ചിലപ്പോൾ ഉദാഹരണം പറയണം, ഇപ്പം നമ്മൾ നമ്മുടെ എന്താ പറയുക വീട്ടിലുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്ത് കൊടുക്കേണ്ട വരികയെന്ന് വിചാരിക്കും. അപ്പോൾ ആ വ്യക്തി നമ്മളോട് നന്നായിട്ടല്ല ഇരിക്കുന്നത്, പക്ഷെ എന്നാലും നമ്മളാണ് ആ കർമ്മം ചെയ്യേണ്ടത് എങ്കിൽ നമ്മൾ ആ വ്യക്തിയെ അല്ല കൺസിഡർ ചെയ്യേണ്ടത്. എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്, ആ വ്യക്തിയിലൂടെ ആ കർമ്മം നമ്മളിലൂടെ നടത്തപ്പെടേണ്ടതാണ്. എന്തിനാണ്? നമ്മൾ പെട്ടെന്ന് ആ കടങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭം ആ ഒരു കുടുംബത്തിൽ വരിക, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയായിട്ട് നമ്മൾ കണക്റ്റ് ആവുക, ഇതൊക്കെ ഈശ്വരൻ നമ്മൾ തന്നെ നമ്മുടെ സോളിൽ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ ഇഷ്ടം ഇല്ല അങ്ങനെയൊന്നും നമ്മൾ അവിടെ ആ ഒരു ഇമോഷൻ കൊടുക്കാതെ ഈശ്വരനിൽ സമർപ്പിച്ചിട്ട് ആ കർമ്മം ചെയ്യാം. നമുക്ക് ഉള്ളിൽ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, പക്ഷെ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഈശ്വരനിൽ സമർപ്പിച്ചിട്ട് ധാർമ്മികമായിട്ട് നീതിയുക്തമായിട്ട് നമ്മുടെ ആത്മാവിന് നിരക്കുന്ന രീതിയിൽ ആ കർമ്മം, ഉദാഹരണമാണ് പറയുന്നത്, ആ കർമ്മം നമ്മൾ ചെയ്യുമ്പോൾ ആ കടം അങ്ങോട്ട് നള്ളിഫൈ ചെയ്ത് പോകും, പെട്ടെന്ന് പോകും. അല്ലെങ്കിൽ നമ്മളവിടെ എന്താ പറയുക ബുദ്ധിമുട്ടി കുറ്റം പറഞ്ഞും കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടിട്ടൊക്കെയാണ് അത് ചെയ്യണതെങ്കിൽ, ഉള്ളിൽ മുറുമുറുത്തുകൊണ്ടാണ് അത് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ആ കർമ്മം ഇങ്ങനെ നീണ്ടു നിൽക്കും, പെട്ടെന്ന് നമ്മളിൽ നിന്ന് തീരില്ല. പെട്ടെന്ന് മനസ്സിലാവാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെയാണ് ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് വ്യക്തിബന്ധങ്ങളല്ല ശരിക്കും വേണ്ടത്. വ്യക്തികൾ ഇപ്പോൾ നമുക്ക് വളരെ സ്നേഹിക്കുന്ന പാരൻസ് ഉണ്ടാവും, ഹസ്ബൻഡ് ഉണ്ടാവും, കുട്ടികളുണ്ടാവും, എല്ലാം ഫ്രണ്ട്സ് ഉണ്ടാവും. പക്ഷെ ഞാൻ പറയണത് നമ്മുടെ കണക്ഷൻ ഡയറക്റ്റ് ഈശ്വരനുമായിട്ട് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് സങ്കടപ്പെടാനില്ല. വ്യക്തികളാണ് എപ്പോഴും എല്ലാം ബാക്കിയുള്ളതെല്ലാം ഈ ലോകത്ത് ചേഞ്ചിങ് ആണ്. നമ്മുടെ ശരീരം പോലും ചേഞ്ച് ചെയ്യും. അപ്പോൾ പിന്നെ നമ്മൾ ആരുമായിട്ടാണ് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ്, അതാണ് സ്ഥായിയായിട്ടുള്ളത്, അതുമായിട്ട് നമ്മൾ ഡയറക്റ്റ് ഈശ്വരനുമായിട്ട് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ വ്യക്തികളിൽ നിന്നുള്ള വിഷമങ്ങളൊന്നും പ്രയാസങ്ങളും ദുഃഖങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് സിമ്പിളായിട്ട് അതിൻ്റെ അർത്ഥം പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് എന്നിട്ട് ഇത്രയും തത്വങ്ങളൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മണൻ്റെ മനസ്സിനെ ശാന്തി കൊടുത്തിട്ട് ഈ തത്വങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ എന്താണ്, ഈ രാജ്യഭാരം അല്ലെങ്കിൽ രാജാവാകുക, ഇത്രയും സുഖ സൗകര്യങ്ങൾ കിട്ടുക എന്നുള്ള സുഖം ഉണ്ടാവുന്ന ഒരു അനുഭവം, അത് തിരസ്കരിക്കാൻ എന്താണ് ഭഗവാന് എളുപ്പം പറ്റും. അതുപോലെ തന്നെ കാട് ദുർഘടമാണ്, അവിടെ ഭയങ്കര രൂക്ഷമായിട്ടുള്ള മൃഗങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ദുർഘടങ്ങളായിട്ടുള്ള കാട്ടുപാതകളായിരിക്കില്ലേ. കാടെന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാമല്ലോ, രാജ്യത്തിൻ്റെ ഒരു രാജാവായി ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖഭോഗങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ രണ്ട് അനുഭവങ്ങളാണ്, സുഖമായിട്ടുള്ളൊരു അനുഭവവും ദുഃഖമായിട്ടുള്ളൊരു അനുഭവമാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ സുഖ ദുഃഖത്തെ നമുക്ക് ഒരേപോലെ കണ്ടുകൊണ്ട് ആ കർമ്മവും ചെയ്യാൻ സാധിക്കുന്നത് എപ്പോഴാണ്? ഇത്തരത്തിലുള്ള അറിവുകൾ നമുക്ക് ലഭിക്കുമ്പോഴാണ് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ആ ദുഃഖമുള്ള അനുഭവം, ദൈവമേ എനിക്ക് ദുഃഖം തരൂ എന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കുമോ? ഇല്ല അല്ലേ. എപ്പോഴും സുഖമായിട്ടിരിക്കണം, എൻ്റെ കാര്യങ്ങളൊന്നും മുടക്കില്ലാതെ നടക്കണം എന്നല്ലേ ആളുകൾ ചിന്തിക്കുക. അപ്പം നമ്മളെല്ലാവരും അങ്ങനെയാണ് ചിന്തിക്കുക അല്ലേ. അപ്പോൾ ഈ തത്വങ്ങളൊക്കെ നമ്മൾ വായിച്ചാൽ പോരാ, മനസ്സിലാക്കി മനനം ചെയ്യണം. കുറേ തവണ വായിച്ചാലേ ഇത് മനസ്സിലാവുള്ളൂ. വായിച്ചത് നമ്മളിങ്ങനെ മനസ്സിൽ ഓരോ ആശയങ്ങളും മനസ്സിലിങ്ങനെ നമ്മളിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ചിന്തിക്കണം. അപ്പോഴാണ് കുറേ കാര്യങ്ങൾ നമുക്ക് പിന്നെയും മനസ്സിലാവുക. ഇനി ആ മനസ്സിലാക്കി മനനം ചെയ്ത കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസിൽ കൊണ്ടുവരണം. എന്തെങ്കിലും ഒരു സന്ദർഭം ഉണ്ടാവുമ്പോൾ ഇപ്പോൾ പഠിച്ച കാര്യം എങ്ങനെ അപ്ലൈ ചെയ്യുക, അതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. മനസ്സിലായോ? കാരണം നമുക്ക് ആദ്യമൊന്നും അങ്ങനെ പറ്റില്ല. അപ്പോൾ കുറേ തവണ തെറ്റും. നമ്മൾ ഈ ഉള്ളിലത്തെ ടെസ്റ്റുകളൊക്കെ നമ്മളിങ്ങനെ വീണ്ടും തോറ്റു പോകും, കാരണം പഠിച്ചൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അങ്ങനെ തോറ്റ് ഒരു സന്ദർഭത്തിലെത്തുമ്പോൾ നമുക്ക് എന്ത് പറ്റും? നമുക്ക് ജയിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും ജയിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മൾ മറ്റുള്ളവരുടെ ജീവിതം ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് അവർക്കതുണ്ടല്ലോ ഇവർക്ക് ഇതില്ലല്ലോ അങ്ങനെയുള്ള കമൻസ് ഒന്നും ഇത് മനസ്സിലാക്കിയവരെങ്കിലും ദയവേത് പറയാതിരിക്കുക. ഓരോരുത്തരും അവരുടെ അനുഭവം സ്വീകരിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർ ആ അനുഭവം എടുത്തിട്ട് ജീവിക്കട്ടെ, അവരുടെ കർമ്മം അതിനനുസരിച്ച് നടക്കട്ടെ. നമ്മളെന്തിനാണ് അവർക്കില്ലാത്ത കാര്യം ഉള്ള കാര്യമൊക്കെ ഇങ്ങനെ തോണ്ടി ചോദിച്ച് അവരെ ഇറിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ ആ സമയം കൂടെ ഈശ്വരൻ്റെ നാമം ഉച്ചരിച്ചിട്ട്
കടന്നു പോകാൻ വേണ്ടിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും വേഗം അല്ലേ നമ്മുടെ ഈ ആയുസ് തീർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു സ്ഥലം. അപ്പോൾ അത്രയും വേഗം നമുക്ക് ഈശ്വരനോട് എടുക്കാൻ സാധിക്കില്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യാം. എല്ലാവർക്കും അങ്ങനെ ഒരു ശ്രദ്ധയൊക്കെ ഉണ്ടാവട്ടെ കേട്ടോ. ശരി, നന്ദി, നമസ്കാരം, താങ്ക് യു.